ഹായ്. സെക്ഷൻ 2ലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ 2ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 2ന്റെ പ്രത്യേകത എന്താണ്? അതിൽ 3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുണ്ട്. അതിൽ ABCD ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നോ അതിലധികമോ കറക്റ്റ് ആൻസർ വരാം. അപ്പോൾ 1 ഓർ മോർ ദാൻ 1 കറക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഫുൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ +4 ആണ്. പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വായിക്കണം. ഓക്കെ. ദെൻ നെഗറ്റീവ് മാർക്കുണ്ട്. അത് ശ്രദ്ധിക്കണം. -2 ആണ് ബാക്കി കേസുകളിലൊക്കെ നെഗറ്റീവ്. അപ്പോൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ക്വസ്റ്റ്യൻസും ആ രൂപത്തിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, എ കണ്ടക്ടിങ് സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് L, മാസ് M ആൻഡ് റെസിസ്റ്റൻസ് R ഈസ് മൂവിങ് ഇൻ ദ XY പ്ലെയിൻ. അപ്പോൾ ഇതാണ് ഇവിടെ XY പ്ലെയിൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലൂപ്പ്. അപ്പോൾ ലൂപ്പ് ഈ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു. The region y greater than or equal to 0 has a uniform magnetic field. അപ്പോൾ ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് മുകളിലേക്ക്. ഓക്കെ, റെഡി. വിച്ച് ഈസ് B0 K cap ആണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 0 എവ്രിവെയർ എൽസ് എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് മാത്രമാണ് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇവിടെ ഒന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അറ്റ് ടൈം t is equal to 0 the loop starts to enter the magnetic field. അതായത് ഇവിടെ നിന്നാണ് ആ എൻട്രി എടുക്കുന്നത്. എൻട്രി തുടങ്ങി with initial velocity V0 J cap, സൈഡ് ലെങ്ത് L, മാസ് M എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. കൺസിഡറിങ് ദ ക്വാണ്ടിറ്റി K is equal to B0 square L square by RM in appropriate units, ignoring self-inductance of the loop and gravity, which of the following statement is or are correct എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആൻസറിലൂടെ പാസ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ നോക്കൂ. ഇഫ് V0 ഈക്വൽ ടു 1.5 KL. അപ്പോൾ K എന്ന് പറഞ്ഞ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. L സൈഡ് ലെങ്ത് ആണ്. ദ ലൂപ്പ് വിൽ സ്റ്റോപ്പ് ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ റീജിയൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. V0ന്റെ വാല്യൂ ഇത്ര കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ലൂപ്പ് സ്റ്റോപ്പ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് വിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വിന്റെ ഇക്വേഷനാണ് കണ്ടെത്തേണ്ടത്. ആ വിന്റെ ഇക്വേഷനിൽ V0 ഉണ്ടാവും. ആ V0ന് 1.5 KL കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ കിട്ടുന്നത് എന്താണെന്ന് നോക്കണം. അപ്പോൾ വെറും V അല്ലത്. ഇവിടെ നമുക്ക് വേണ്ടത് V ഇൻ ടേംസ് ഓഫ് X ആണ്. V ആസ് എ ഫങ്ഷൻ ഓഫ് X ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വെലോസിറ്റിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടണം. കാരണം ആ വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ V0 വേണം. ആ V0 നമ്മൾ 1.5 KL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൊസിഷൻ കാരണം V ഈക്വൽ ടു 0 നമുക്ക് കൊടുക്കണം. V ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമുക്ക് ആ എക്സിൻ്റെ പൊസിഷൻ കണ്ടെത്തണം. എക്സിൻ്റെ പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ക്ലിയർ ആവും. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നമ്മളെ റിക്വയർമെന്റ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് പൊസിഷൻ ആണ് വേണ്ടത്. അടുത്ത ഓപ്ഷൻ നോക്കൂ. വെൻ ദ കംപ്ലീറ്റ് ലൂപ്പ് ഇൻസൈഡ് ദ റീജിയൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ലൂപ്പ് ഈസ് 0. When the complete loop is inside the region of magnetic field, the net force acting on the loop is 0. അതിന് വേറൊന്നും നോക്കാല്ലേ, അതിപ്പോൾ തന്നെ കറക്റ്റ് ആണ്. കാരണം കംപ്ലീറ്റ്ലി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൂവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അവിടെ ഫ്ലെക്സിൽ ചേഞ്ച് ഇല്ല. കാരണം അവിടെ യൂണിഫോം ഫീൽഡാണ്. അപ്പോൾ ഫ്ലെക്സിൽ ചേഞ്ച് ഇല്ല. ഫ്ലെക്സിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു ILB ആണ്. F ഈസ് ഈക്വൽ ടു ILB. ഇൻഡ്യൂസ്ഡ് EMF ഇല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇല്ല. ദെർഫോർ ഓപ്ഷൻ ബി എന്തായാലും ആൻസർ ആണെന്നുള്ള കാര്യം കൺഫേം ആയി. അടുത്ത ഓപ്ഷൻ നോക്കാം. ഇഫ് V0 ഈസ് ഈക്വൽ ടു KL by 10 the loop comes to rest at t is equal to, again ഇവിടെയും നമുക്ക് വെലോസിറ്റി വേണ്ടത്. പക്ഷെ ഇവിടെ വെലോസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ് വേണ്ടത്. അടുത്ത ഓപ്ഷൻ നോക്കൂ. If V0 is equal to 3 KL, the complete loop enters inside the region of magnetic field at time t. Yes, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അതും സോൾവ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മേജർലി വേണ്ടത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടെത്തണം, ആ ഇക്വേഷൻ കണ്ടെത്തണം. അപ്പോൾ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനുള്ള പരിപാടി എന്താ? ആദ്യം നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കി കഴിഞ്ഞാൽ ILB വെച്ചിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടെത്താം. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിനെ മാസ് ടൈംസ് ആക്സലറേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഏനെ നമുക്ക് ഏനെ റീപ്ലേസ് ചെയ്തിട്ട് dV/dt കൊടുത്താൽ ഇൻ ടേംസ് ഓഫ് ടൈമിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റിക്ക് ടൈമിലുള്ള ഇക്വേഷൻ കിട്ടും. ഇനി F=ma എക്ക് V × dV/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്യാം. ആദ്യത്തെ ടാസ്ക് നമുക്ക് ഫ്ലക്സ് കാൽക്കുലേഷൻ ആണ്. ഫ്ലക്സ്, അപ്പോൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലക്സ് φ = BA cos θ. അവിടെ B എന്ന് പറഞ്ഞത് ഇവിടെ B0 ആണ്. A എന്ന് പറഞ്ഞത് സൈഡ് ലെങ്ത് L എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ L² ആണ്, ശരിയല്ലേ? സൈഡ് ലെങ്ത് L, ഓക്കെ, L². ഓക്കെ, ഓ അവിടെ വേറെ പ്രശ്നമുണ്ട്. ഇതാ ഇത് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇത് L² അല്ല, നോ സോറി, കാരണം ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാൻ പോവുള്ളൂ. അപ്പോൾ കുറച്ച് കണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാ ഈ രൂപത്തിലായി എന്ന് വിചാരിക്കാം. ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ ഇതാ ഇതിൻ്റെ ഒരു അടുത്ത പൊസിഷനെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഈ രൂപത്തിൽ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കവർ ചെയ്ത ഈ ഡിസ്റ്റൻസിനെയാണ് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്ര ഏരിയ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് L, അപ്പോൾ L × x ആണ്. ഹിയർ ഇറ്റ് ഈസ് L × x. ദെൻ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡിറക്ഷനിലാണ്, അപ്പോൾ നമുക്ക് θ0 കിട്ടും. യെസ്, അപ്പോൾ ഫ്ലക്സ് φ കിട്ടി. നൗ ഫ്ലക്സ് φ കിട്ടിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു dφ/dt. ഈസ് ഈക്വൽ ടു dφ/dt മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു B0 L × dx/dt ഈസ് V. B0 L V എന്ന് കിട്ടി. ഓക്കെ, ഇനി കറണ്ട് വേണം. കറണ്ട് റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെർഫോർ E/R ആണ്. B0 LV /R. കറണ്ട് കിട്ടി. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഫോഴ്സ് ആണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ കിട്ടുള്ളൂ. ആ ഫോഴ്സ് ആക്സിലറേറ്റിംഗ് ആണോ അതല്ല റിട്ടാർഡിങ് ഫോഴ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ കറണ്ട് ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പോൾ V ക്രോസ് B നമുക്ക് പെർപെൻഡിക്കുലർ ഈ ഡിറക്ഷനിൽ കിട്ടും. അപ്പോൾ കറണ്ട് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. കറണ്ട് ഈ ഡിറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് R, ഇവിടെ കറണ്ട്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്, ലൈക്ക് ദിസ്. ഈ സെല്ലാണ് BLV. കറണ്ട് ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. ദിസ് ഈസ് R. ദിസ് ഈസ് R. ഓക്കെ, അപ്പോൾ കറണ്ട് ഇങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. ദ കറണ്ട് ഈസ് ഇൻ ദിസ് ഡിറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ഇനി F = ILB ആണ്. F = ILB. അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ നമുക്ക് കണ്ടെത്തണം. അതിൻ്റെ ഡിറക്ഷൻ ബിഫോർ ദാറ്റ് ഞാൻ എഫിനെ കണ്ടെത്തുന്നു. F = ILB. കറണ്ട് ഇങ്ങോട്ട്, B ഇങ്ങോട്ട്, θ90. അപ്പോൾ ILB sin 90 ആണ്. അപ്പോൾ ILB മതി. That is equal to I is B0 LV /R into L into B0. That is equal to B0 square L² V /R. That is ഫോഴ്സ് കിട്ടി. ഇനി ഫോഴ്സിൻ്റെ ഡിറക്ഷൻ അത് റിട്ടാർഡിങ് ഫോഴ്സ് ആണോ? റിട്ടാർഡിങ് ഫോഴ്സ് ആവണം. റിട്ടാർഡിങ് ഫോഴ്സ് ആണെങ്കിലല്ലേ നമുക്കത് സ്റ്റോപ്പ് ആവുള്ളൂ. ചെക്ക് ചെയ്യാം. സി, കറണ്ട് അലോങ് ദിസ് ഡിറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡിറക്ഷൻ, IL ക്രോസ് B ആണ്. അപ്പോൾ ക്രോസ് B എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ. അങ്ങോട്ടേ ആവാൻ പാടുള്ളൂ, അത് നമുക്ക് ക്ലിയർ ആണ്. ഫോഴ്സ് ഈ ഡിറക്ഷനിലേക്കാണ് നമുക്ക് ഫോഴ്സ് കിട്ടേണ്ടത്. ഫോഴ്സ് എഫിൻ്റെ ഡിറക്ഷൻ ഇതാണ്. എഫിൻ്റെ ഡിറക്ഷൻ
അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞ ഐഡിയയിലേക്ക് പോവാം. അതേതാ? വെലോസിറ്റിന്റെ ഇക്വേഷൻ കിട്ടണം ഇൻ ടേംസ് ഓഫ് എക്സ്, വെലോസിറ്റി ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടൈം കിട്ടണം. ഫോർ ദാറ്റ് ഈ എഫിനെ എം എ കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. Therefore എഫ് ഈസ് ഈക്വൽ ടു, എഫ് ഇവിടെ തന്നിട്ടുണ്ട്, എഫ് ഈസ് ഈക്വൽ ടു ബി നോട്ട് സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു എം എ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഞാൻ ആദ്യം കൊടുക്കുകയാണ്. അപ്പോൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ആക്സിലറേഷൻ. റിട്ടാർഡിങ് ഫോഴ്സ് ആണ് മൈനസ് ഒരു വി കട്ട് ചെയ്തു. എനിക്ക് വിന്റെ ഇക്വേഷൻ ആവേണ്ടത്. അപ്പോൾ വിനെ ഞാനിതാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. വി is equal to മൈനസ്, അപ്പോൾ ഡി വി is equal to മൈനസ് ബി നോട്ട് സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ ഇൻറ്റു ഡി എക്സ്. എല്ലാവരും അതില്ലേ? നൗ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഇനീഷ്യൽ വെലോസിറ്റി വി നോട്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ വി നോട്ട് ടു വി. അപ്പോൾ പൊസിഷൻ ടി is equal to 0, എക്സ് equal to 0 എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 to എക്സ്. യെസ്, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വി മൈനസ് വി നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി നോട്ട് സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ ഇൻറ്റു എക്സ്. നോക്കൂ, ക്വസ്റ്റ്യനിൽ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇത് കെ ആയിട്ട് എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. therefore what you can write, this is k. therefore v equal to v naught minus k, equation number 3. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പ്രോബ്ലം ചെയ്യാനുള്ള ദിസ് വൺ വെലോസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി സിമിലർലി നമുക്ക് എന്തും കൂടെ വേണം? ടൈമിൻ്റെ ഇക്വേഷനും കൂടെ നമ്മൾ ഉണ്ടാക്കണം. ടൈമിൻ്റെ ഇക്വേഷൻ, യെസ്, ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ടൈമിൻ്റെ ഇക്വേഷനിൽ എഫ് ഈസ് ഈക്വൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. നൗ എഫ് ഈസ് ഈക്വൽ ടു ബി നോട്ട് സ്ക്വയർ എൽ സ്ക്വയർ വി ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു മൈനസ് എം ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇവിടെ വി ഉണ്ട്. അപ്പോൾ വിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 1/v ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കി ഇവിടെ ആരാളുള്ളത്? മൈനസ് ബി നോട്ട് സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ ഡി ടി. അത് ഓൾറെഡി നമുക്ക് കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. therefore ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് v0 to v, 0 to t. therefore what you will get? ln v by v naught that is equal to minus kt. നമുക്ക് വേണ്ടത് വിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ v ഡിവൈഡഡ് ബൈ v നോട്ട് ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് kt, or v equal to v naught e raised to minus kt. Equation number 4. Ready? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ആദ്യത്തേത്, ഇഫ് വി നോട്ട് ഈസ് ഈക്വൽ ടു 1.5 kl, എൻ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ സ്റ്റോപ്പ് ആവും എന്നാണ് പറഞ്ഞത്. നോക്കാം. വി നോട്ട് ഈക്വൽ ടു 1.5 kl എന്ന് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ദിസ് വൺ ഈ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ എനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ വി നോട്ട് ഈസ് ഈക്വൽ ടു 1.5 kl അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അതാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അത് വരുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നിൽക്കുന്നു. അപ്പോൾ വി ഹാവ് ദ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു വി നോട്ട് മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ നിൽക്കണമെങ്കിൽ വെലോസിറ്റി 0, വി നോട്ട് 1.5 kl,
അത് കൊടുത്താൽ എക്സിന് എന്ത് ഇക്വേഷൻ എന്ത് കിട്ടും നോക്കുക. അപ്പൊ എക്സിന് ഏത് പൊസിഷനാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ കഴിഞ്ഞു. therefore kx equal to 1.5 kl k cut x is equal to 1.5 L നിൽക്കുക. 1.5 L എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ലെങ്ത് ഉള്ളത് L ആണ്. അത് 1.5 അതായത് എൻ്റർ ചെയ്തിട്ട് 1.5 L നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫുള്ളി എൻ്റർ ചെയ്തു. L ആയാൽ തന്നെ ഇവിടെ L മാത്രമായാൽ തന്നെ ഫുള്ളി എൻ്റർ ആയി. അപ്പൊ 1.5 L കടന്നു പോയതിന് ശേഷമാണ് സ്റ്റോപ്പ് ആകുന്നത് എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ എന്താണ്? ദാറ്റ്സ് എ റോങ് ആൻസർ. V0 1.5 KL കൊടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ആകുന്ന ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നത്? 1.5 L ആണ്. എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ നിന്ന് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് 1.5 L എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിൽക്കുള്ളൂ. L ആയാൽ തന്നെ ഫുള്ള് ഉള്ളിൽ കടന്നല്ലോ. യെസ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് എ റോങ് ആൻസർ. ഇനി അടുത്തത് V0 ഈക്വൽ ടു KL/10. ദ ലൂപ്പ് കംസ് ടു റെസ്റ്റ് അറ്റ് t is equal to so and so. അപ്പോൾ V0 is equal to അത് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി അല്ലേ അത്? ഓപ്ഷൻ സി നോക്കുകയാണ്. ഓപ്ഷൻ സിയിൽ നമുക്ക് ഈ ഇക്വേഷൻ ആണ് വേണ്ടത്. V0 is equal ഇവിടെ V equal to V0 e raised to minus KT. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വെലോസിറ്റി 0 കിട്ടുകയാണെങ്കിൽ e raised to minus infinity അല്ലേ 0? e raised to minus infinity. അപ്പോൾ when velocity v equal to 0 implies t is equal to ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, ഇൻഫിനിറ്റി വരണം. അതെന്തായാലും ഇവിടെ t is equal to infinity അല്ലല്ലോ, അല്ല. therefore this is also a wrong answer. That is also a wrong answer. Now the last one. If V0 is equal to 3 KL, the complete loop enters inside the region of magnetic field at a time t is equal to this much. അപ്പോൾ V0 is equal to 3 KL അല്ലേ? നോക്കാം. ഓപ്ഷൻ ഡിയിലേക്ക് പോവാം. ഓപ്ഷൻ ഡി V0 ഈക്വൽ ടു 3 KL. V0 ഈക്വൽ ടു 3 KL ആണെങ്കിൽ ഈ സമയത്ത് സ്റ്റോപ്പ് ആകും എന്നാണ് പറഞ്ഞത്. V0 ഈക്വൽ ടു 3 KL. അപ്പം നമുക്ക് എന്ത് വേണം? V0 ഈക്വൽ ടു 3 KL വരുമ്പോൾ 3 KL സ്റ്റോപ്പ് ആവോ എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ലൂപ്പ് എൻറ്റേഴ്സ് ഇൻ, കാരണം സ്റ്റോപ്പ് ആകുന്നതിനെ പറ്റി അല്ല ഇവിടെ ക്വസ്റ്റ്യൻ. V0 ഈക്വൽ ടു 3 KL ആണെങ്കിൽ ഫുൾ ലൂപ്പ് എൻ്റർ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഫുൾ ലൂപ്പ് എൻ്റർ ചെയ്യും അറ്റ് ദിസ് ടൈം. ഓക്കെ, അപ്പോൾ ഫുൾ ലൂപ്പ് എൻ്റർ ആവുക എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ സാധനം L ആവുക എന്നല്ലേ? യെസ്, എക്സ് L ആവുമ്പോഴല്ലേ ഫുള്ളായിട്ട് എൻ്റർ ആവുക. റെഡി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഇക്വേഷനിൽ കേക്ക് L കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഫുള്ളി എൻ്റർ ആവുമല്ലോ. ആ എൻ്റർ ആവുന്ന സമയത്ത് വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ടൈം കിട്ടും. റെഡി, ഓക്കെ ആണല്ലോ? നമ്മുടെ മെത്തേഡ് ഒന്നുകൂടെ പറയാം. വെലോസിറ്റി V0 3 KL ആവുന്ന സമയത്ത് ഫുൾ എൻ്റർ ആവുന്ന ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ എൻ്റർ ആവുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും കവേർഡ് ആവുക? L ആവുമ്പോഴാണല്ലോ ഫുൾ എൻ്റർ ആവുക. അപ്പോൾ ആ സമയത്ത് വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടൈം കിട്ടും. യെസ്, അപ്പോൾ ഞാൻ പറയുന്നു ഇവിടെ V ഈക്വൽ ടു V0 3 KL, ഞാൻ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, മൈനസ് K ഇൻറ്റു L, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 KL. അപ്പോൾ 2 KL ആവുമ്പോഴാണ് 2 KL ആവുമ്പോഴുള്ള വെലോസിറ്റി കിട്ടി. 2 KL ആവുന്ന സമയത്ത് വെലോസിറ്റി കിട്ടി. ഇനി അത് നമ്മൾ ഇക്വേഷൻ ഈ സിയിൽ അപ്ലൈ ചെയ്യാൻ പോവാം. ദിസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി 2 KL ഈക്വൽ ടു V0 3 KL e raised to minus KT. KL കട്ട് ചെയ്തു. ബാക്കി നമുക്കുള്ളത് e raised to minus KT, that is equal to
2/3 or e raised to kt എന്ന് പറഞ്ഞത് 3/2. അപ്പോൾ നമുക്ക് ln 3/2 equal to kt or t is equal to, ശരിയല്ലേ? റെസിപ്രോക്കൽ എടുത്ത് therefore t is equal to 1/k ln 3/2. ഇതാണോ കൊടുത്തത്? 1/k ln 3/2. That is a correct answer. Option D is correct. ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഡി നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നിക്ക് ശരിക്കും മനസ്സിലാവണേ. ആ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എത്തുള്ളൂ. അത്യാവശ്യം ചെയ്യാനുണ്ട്, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഓപ്ഷൻ ബി ആൻഡ് ഡി ആർ ദ റൈറ്റ് ആൻസേഴ്സ്.